ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് LDC ആലപ്പുഴ ജില്ലയിൽ 2014 ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവിടെ ഉത്തരങ്ങളുമാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഭാവിയിലെ ലോഹം എന്ന പേരിൽ അറിയപ്പെടുന്ന ലോഹം. ടൈറ്റാനിയം. ടൈറ്റാനിയമാണ് ഭാവിയിലെ ലോഹം, അത്ഭുത ലോഹം എന്നിങ്ങനെ അറിയപ്പെടുന്ന ലോഹം. ചന്ദ്രനിൽ കൂടുതൽ കാണപ്പെടുന്ന ലോഹവും ടൈറ്റാനിയമാണ്. പ്ലാറ്റിനം, സ്വർണം, വെള്ളി ഇവയാണ് കുലീന ലോഹങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കുലീന ലോഹങ്ങൾ പ്ലാറ്റിനം, സ്വർണം, വെള്ളി എന്നിവയാണ്. വൈദ്യുതിയുടെയും താപത്തിൻ്റെയും ഏറ്റവും നല്ല ചാലകമാണ് വെള്ളി. വൈദ്യുതിയുടെയും താപത്തിൻ്റെയും ഏറ്റവും നല്ല ചാലകം വെള്ളിയാണ്. അർജൻറ്റൈറ്റ് വെള്ളിയുടെ അയിരാണ് അർജൻറ്റൈറ്റ്. ലോഹങ്ങളുടെയും ധാതുക്കളുടെയും രാജാവാണ് സ്വർണം. ലോഹങ്ങളുടെയും ധാതുക്കളുടെയും രാജാവ് സ്വർണമാണ്. തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ഓക്സാലിക് ആസിഡ്. ഓക്സാലിക് ആസിഡാണ് തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ചുവന്നുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡും ഓക്സാലിക് ആസിഡാണ്. ചുവന്നുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡും ഓക്സാലിക് ആസിഡാണ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് മാലിക് ആസിഡ്. മാലിക് ആസിഡ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ്. ഫോമിക് ആസിഡ് ഉറുമ്പിൻ്റെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ്. ഉറുമ്പിൻ്റെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഫോമിക് ആസിഡ്. മെഥനോയിക് ആസിഡ് എന്നും ഇതറിയപ്പെടുന്നു. മെഥനോയിക് ആസിഡ്. മെഥനോയിക് ആസിഡ് എന്നും അമിനിക് ആസിഡ് എന്നും അറിയപ്പെടുന്നത് ഫോമിക് ആസിഡാണ്. റബ്ബർ പാൽ ഘനീഭവിക്കാൻ ഉപയോഗിക്കുന്നത് ഫോമിക് ആസിഡാണ്. ഓറഞ്ച്, ചെറുനാരങ്ങ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡാണ്. ഓറഞ്ച്, ചെറുനാരങ്ങ തുടങ്ങിയവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡാണ്. ഡോട്ട് ചികിത്സ എന്ത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ക്ഷയം. ക്ഷയരോഗത്തിനെതിരെയുള്ള ചികിത്സയാണ് ഡോട്ട് ചികിത്സ. ക്ഷയരോഗത്തിനെതിരെ നൽകുന്ന വാക്സിനാണ് BCG. BCG എന്നത് ക്ഷയരോഗത്തിനെതിരെ നൽകുന്ന വാക്സിനാണ്. ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24 വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ് ക്ഷയരോഗം. ക്ഷയരോഗത്തിന് കാരണമായ രോഗാണു മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ്. മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് ക്ഷയരോഗത്തിന് കാരണമായ രോഗാണു. ഉത്തോലക നിയമം ആവിഷ്കരിച്ചത് ആർക്കിമിഡീസ്. ആർക്കിമിഡീസ് ആണ് ഉത്തോലക നിയമം ആവിഷ്കരിച്ചത്. പ്ലവനതത്വം ആവിഷ്കരിച്ചതും ആർക്കിമിഡീസ് ആണ്. പ്ലവനതത്വവും ഉത്തോലക നിയമവും ആവിഷ്കരിച്ചത് ആർക്കിമിഡീസ് ആണ്. കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ന്യൂട്ടനാണ്. ഐസക് ന്യൂട്ടനാണ് കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ചലന നിയമം ആവിഷ്കരിച്ചതും ന്യൂട്ടനാണ്. ആപേക്ഷിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ആപേക്ഷിക സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ഗലീലിയോ ഗലീലിയാണ്. ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ഗലീലിയോ ഗലീലിയാണ്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ആദ്യ താരം സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കറാണ് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ആദ്യ താരം. ബോംബെ ബോംബർ, മാസ്റ്റർ ബ്ലാസ്റ്റർ എന്നിങ്ങനെ അറിയപ്പെടുന്നത് സച്ചിൻ ടെണ്ടുൽക്കറാണ്. ബോംബെ ബോംബർ, മാസ്റ്റർ ബ്ലാസ്റ്റർ എന്നിങ്ങനെ അറിയപ്പെടുന്നത് സച്ചിൻ ടെണ്ടുൽക്കറാണ്. ഭാരതരത്ന നേടിയ ആദ്യ കായിക താരവും സച്ചിൻ ടെണ്ടുൽക്കറാണ്. ഏറ്റവും കൂടുതൽ ഏകദിന മത്സരങ്ങൾ കളിച്ച താരവും സച്ചിനാണ്. ഏകദിനത്തിലും ടെസ്റ്റിലും ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരവും സച്ചിനാണ്. 100 സെഞ്ചുറി നേടിയ ആദ്യ താരമാണ് സച്ചിൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഫീമർ. ഫീമർ അഥവാ തുടയിലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി. ഫീമറിൻ്റെ ശരാശരി നീളം 50 സെൻറ്റിമീറ്ററാണ്. 50 സെൻറ്റിമീറ്ററാണ് ഫീമറിൻ്റെ ശരാശരി നീളം. ടിബിയയും ഫിബുലയും കാലിലെ അസ്ഥികളാണ്. കാലിലെ 2 അസ്ഥികളാണ് ടിബിയയും ഫിബുലയും. കൈയിലെ അസ്ഥികളാണ് അൾനയും റേഡിയസും. അൾനയും റേഡിയസും കൈയിലെ അസ്ഥികളാണ്. ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് ആണ്. ചെവിയിലെ അസ്ഥിയായ സ്റ്റേപ്പിസ് ആണ് ഏറ്റവും ചെറിയ അസ്ഥി. കേരള കൃഷി വകുപ്പ് മന്ത്രി. ഈ എക്സാം നടക്കുന്ന സമയത്ത് KP മോഹൻ ആയിരുന്നു. ഇപ്പോഴത്തെ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ VS സുനിൽകുമാറാണ്.
ശ്രീ VS സുനിൽകുമാറാണ് ഇപ്പോഴത്തെ കൃഷി വകുപ്പ് മന്ത്രി. ശ്രീ P തിലോത്തമൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയാണ്. ശ്രീ P തിലോത്തമൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയാണ്. ഡോക്ടർ തോമസ് ഐസക്കാണ് ധനകാര്യവും കയർ വകുപ്പും കൈകാര്യം ചെയ്യുന്നത്. ധനകാര്യവും കയർ വകുപ്പും കൈകാര്യം ചെയ്യുന്നത് ഡോക്ടർ തോമസ് ഐസക്കാണ്. പീരിയോഡിക് ടേബിളിലെ 100ാമത്തെ മൂലകം ഫെർമിയം. ഫെർമിയമാണ് പീരിയോഡിക് ടേബിളിലെ 100ാമത്തെ മൂലകം. ആവർത്തന പട്ടികയുടെ പിതാവ് ദിമിത്രി മെൻഡലീവ് ആണ്. ദിമിത്രി മെൻഡലീവ് ആണ് ആവർത്തന പട്ടികയുടെ പിതാവ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് മോസ്ലിയാണ്. ഐൻസ്റ്റീനിയം 99ാമത്തെ മൂലകമാണ്. പീരിയോഡിക് ടേബിളിലെ 99ാമത്തെ മൂലകമാണ് ഐൻസ്റ്റീനിയം. പീരിയോഡിക് ടേബിളിലെ 102ാമത്തെ മൂലകമാണ് നൊബീലിയം. പീരിയോഡിക് ടേബിളിലെ 102ാമത്തെ മൂലകം നൊബീഡിയമാണ്. പീരിയോഡിക് ടേബിളിലെ 101ാമത്തെ മൂലകമാണ് മെൻഡലീവിയം. പീരിയോഡിക് ടേബിളിലെ 101ാമത്തെ മൂലകം മെൻഡലീവിയമാണ്. അപ്പോൾ 99 ഐൻസ്റ്റീനിയവും 100 ഫെർമിയവും 101 മെൻഡലീവിയവും 102 നൊബീലിയവും ആണ്. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പന്നിയൂർ. കണ്ണൂർ ജില്ലയിലെ പന്നിയൂരാണ് കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂരാണ്. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോടാണ്. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോടാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ്. സുഗന്ധവിള കോഴിക്കോടും തോട്ടവിള കാസർഗോഡുമാണ്. രണ്ടും കേന്ദ്രത്തിൻ്റെ ഗവേഷണ കേന്ദ്രങ്ങളാണ്. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോടും കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡുമാണ്. കേരള കശുമാവ് ഗവേഷണ കേന്ദ്രം ആനക്കയമാണ്. കേരള കശുമാവ് ഗവേഷണ കേന്ദ്രം ആനക്കയമാണ്. കോമൺവെൽത്ത് സെക്രട്ടറി ജനറൽ. ഈ എക്സാം നടക്കുന്ന സമയത്ത് കമലേഷ് ശർമ്മയായിരുന്നു. എന്നാൽ ഇപ്പോഴത് പാട്രീഷ്യ സ്കോട്ട്ലാൻഡാണ്. പാട്രീഷ്യ സ്കോട്ട്ലാൻഡാണ് ഇപ്പോഴത്തെ കോമൺവെൽത്ത് സെക്രട്ടറി ജനറൽ. കോമൺവെൽത്തിൻ്റെ ആസ്ഥാനം ലണ്ടനിലെ മാൻബറോ ഹൗസാണ്. ആസ്ഥാനം ലണ്ടനിലെ മാൻബറോ ഹൗസാണ്. കോമൺവെൽത്തിൻ്റെ പ്രതീകാത്മക തലവൻ ബ്രിട്ടീഷ് രാജാവ് അല്ലെങ്കിൽ രാജ്ഞിയാണ്. കോമൺവെൽത്തിൻ്റെ പ്രതീകാത്മക തലവൻ ബ്രിട്ടീഷ് രാജാവ് അല്ലെങ്കിൽ രാജ്ഞിയാണ്. ചവിട്ടുനാടകം ആരുടെ സംഭാവനയാണ്? പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ് ചവിട്ടുനാടകം. ഇന്ത്യയിൽ കടൽമാർഗമെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ ആദ്യമെത്തുകയും ഏറ്റവും ഒടുവിൽ പിൻവാങ്ങുകയും ചെയ്ത യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ എന്നിങ്ങനെയാണ് ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാരുടെ ക്രമം. പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്. ഇന്ത്യയിൽ കടൽമാർഗമെത്തിയ ആദ്യത്തെ പോർച്ചുഗീസുകാരൻ വാസ്കോഡ് ഗാമയാണ്. ഹോർത്തൂസ് മലബാറിക്കസ് ആരുടെ നേതൃത്വത്തിലാണ് രചന നടത്തിയത്? ഹെൻറിക് വാൻ റീഡ്. ഹെൻറിക് വാൻ റീഡിൻ്റെ നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചന നടത്തിയത്. കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഡച്ച് കൃതിയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഡച്ച് കൃതിയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. 1678 മുതൽ 1703 വരെയാണ് രചനാ കാലഘട്ടം. 1678 മുതൽ 1703 വരെയാണ് രചനാ കാലഘട്ടം. ആംസ്റ്റർഡാമിൽ നിന്നാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. മലയാള ലിപി ആദ്യമായി അച്ചടിച്ച പുസ്തകം ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. 12 വാല്യങ്ങളിലായിട്ടാണ് പുറത്തിറങ്ങിയത്. ആകെ 742 സസ്യങ്ങളെക്കുറിച്ച് ഇതിൽ പരാമർശിക്കുന്നു. പുസ്തകത്തിൽ പരാമർശിക്കുന്ന ആദ്യത്തെ സസ്യം തെങ്ങാണ്. പുസ്തകത്തിൽ പരാമർശിക്കുന്ന അവസാനത്തെ സസ്യം ആലാണ്. പുസ്തകരചനയിൽ സഹായിച്ച കാർമൽ സന്യാസി മാത്യൂസാണ്. പുസ്തകരചനയിൽ സഹായിച്ച മലയാളി വൈദ്യന്മാർ രംഗഭട്ട്, അപ്പുഭട്ട്, വിനായകഭട്ട് എന്നിവരാണ്. രംഗഭട്ട്, അപ്പുഭട്ട്, വിനായകഭട്ട്. പുസ്തകരചനയിൽ സഹായിച്ച ഈഴവ വൈദ്യനാണ് ഇട്ടി അച്യുതൻ. കേരളത്തിലെ വ്യാവസായിക നഗരം ഏത്? ആലുവ. ആലുവയാണ് കേരളത്തിലെ വ്യാവസായിക നഗരം. എറണാകുളം ജില്ലയിലാണ് ആലുവ സ്ഥിതി ചെയ്യുന്നത്.
ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? കേരളം. കേരളമാണ് ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. കേരളത്തിൽ ആദ്യമായി റബ്ബർ കൃഷി തുടങ്ങിയത് നിലമ്പൂരിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്ന ജില്ല കോട്ടയമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്ന ജില്ല കോട്ടയമാണ്. റബ്ബറിൻ്റെ ജന്മദേശം ബ്രസീലാണ്. നെല്ല് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാളിലാണ് നെല്ല് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏത്? പഞ്ചാബ്. പഞ്ചാബാണ് ഇന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം. 1951 ഇന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്. 1951. ഇന്ത്യൻ ഭരണഘടനയുടെ 18-ാം ഭാഗത്തിലാണ് അടിയന്തരാവസ്ഥയ്ക്കുള്ള വ്യവസ്ഥകളെക്കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 352 ദേശീയ ആഭ്യന്തര അടിയന്തരാവസ്ഥയാണ്. ആർട്ടിക്കിൾ 352 ദേശീയ ആഭ്യന്തര അടിയന്തരാവസ്ഥയാണ്. ആർട്ടിക്കിൾ 356 സംസ്ഥാന ഭരണഘടനാ സംവിധാനം തകരാറിലാകുമ്പോൾ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാനോ ഭരണം നേരിട്ട് ഏറ്റെടുക്കാനോ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്നു. ആർട്ടിക്കിൾ 356 സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനം തകരാറിലാകുമ്പോൾ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാനോ ഭരണം നേരിട്ട് ഏറ്റെടുക്കാനോ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്നു. ആർട്ടിക്കിൾ 360 സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ്. ആർട്ടിക്കിൾ 360 സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ്.